സർ, ഒരു സംശയം കൂടി ഉണ്ട്. സാർ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഗുരു സാന്നിധ്യമാണ്. എന്താണ് ആ സാന്നിധ്യത്തിൽ ഒരാൾക്ക് സംഭവിക്കുക? ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ 5 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ജ്ഞാനരക്ഷ എന്ന് പറയും, നമ്മുടെ അറിവ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. 2, ദുഃഖക്ഷയം, നമ്മുടെ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന അതിന് കാരണമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും, പക്ഷെ അതിനെ അഭിമുഖീകരിക്കാനായിട്ടുള്ള ധൈര്യവും എല്ലാം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദുഃഖം വളരെ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് വളരെ കുറഞ്ഞേ നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. 3, സർവ്വസംവർദ്ധന എന്ന് പറയും. എല്ലാ കഴിവുകളും നമ്മുടെ ഉള്ളിലുള്ള നൈസർഗികമായ കഴിവുകളെല്ലാം വികസിക്കും. പാടാത്തവർ പാടും, സംസാരിക്കുന്നവർ സംസാരിക്കും. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വ്യക്തി വികസനം സാധ്യമാകുന്ന രീതിയിൽ നടക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, സുഖാവിർഭാവം. എന്തിനാണെന്ന് അറിയില്ല, ജോയ് വെൽസപ്പിൻ്റെ മൈൻഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ എന്തെന്നറിയാൻ വയ്യാത്തൊരു സന്തോഷം, ആനന്ദം, മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി നിൽക്കും. എന്തിനാണെന്ന് അറിയാൻ വയ്യ, ഒരു സന്തോഷം ഇങ്ങനെ നിൽക്കും. 5-മതായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനം, സമൃദ്ധി, അബണ്ടൻസ്. അതായത് ഒന്നിനൊരു കുറവില്ലാത്ത അവസ്ഥയാണ് സമൃദ്ധി എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തും ഒന്നിനും ഒരു കുറവുണ്ടാകാത്ത രീതിയിൽ ഗുരു അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നമ്മളെ നോക്കി നടത്തിക്കൊള്ളും. അതാണ് സമൃദ്ധി. ഈ 5 കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നത്.